എന്നാലും റസിയാത്താനെ കണ്ണട്ടിച്ചിട്ട് എങ്ങനെയാ നിങ്ങൾ അവിടുന്ന് പോന്നിക്കണത്? ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇമ്മാനോടൊന്നും ഞാൻ പറഞ്ഞിട്ടുമില്ല. പിന്നെ അമിനമ്മായി പോയിട്ടില്ല, അമിനമ്മായി ഉണ്ട് ഇവിടെ. ഏ അല്ലോ ആമിനമ്മായോ എന്നപ്പ കണക്കായി. ആ അതെന്താ? ആ എന്താണോ ഇപ്പൊ ഇന്നലത്തെ കാര്യമൊക്കെ മറന്നജ്? ഈ അമ്മായിക്കുള്ള പ്രശ്നം തന്നെ അതാ. ഹേ, അത് കാര്യാക്കണ്ട പാപ്പുട്ടിക്ക. അതിനെ പണ്ടേയുള്ള സ്വഭാവം തന്നെയാണ്. പിന്നെ അതിന് പ്രത്യേകിച്ച് ആരുമില്ല. അതുകൊണ്ടാണ് ആങ്ങളേന്റെ പേരും പറഞ്ഞ് ഇടക്കും തലക്കും ഇങ്ങോട്ടുള്ള വരവ്. ഇമ്മാനായിട്ട് ഇടക്കും തലക്കൊക്കെ വക്കാളുണ്ടാക്കൂട്ടോ. എന്നാലും ഉള്ളിനുള്ളിൽ നല്ല സ്നേഹ ഞങ്ങളോട്. ഇനിയിപ്പോ ഏതായാലും വന്നല്ലേ, ഒരാഴ്ച കഴിഞ്ഞിട്ട് പോകും. പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞാ പിന്നെയും വരും. ഞങ്ങൾക്കും വരാനും പോകാനും ആമിനമ്മായി തന്നെ ഉള്ളൂ. ആ അതേതായാലും നന്നായി. എന്നിട്ട് എടുത്തു രണ്ടാളും ഇപ്പൊ വരും. ഞാൻ വിളിച്ചോക്കട്ടെ കേട്ടോ. ബാപ്പുട്ടിക്ക് ഇരിക്കേ. ഹലോ ഇമ്മ. ഇമ്മ പോന്നിക്കണോ? ആ ഇമ്മ എന്നാ വേഗം വരീട്ടോ. ഇല്ലമ്മ, അതല്ല, ബാപ്പുട്ടിക്ക വന്നിക്കണേ. അതറിയില്ല. ഇമ്മ വേഗം വരാൻ നോക്കി. ആ ശരി. ആ ശരി അമ്മ. ഇമ്മ ചോദിക്കാണ് ഇന്ന് നമ്മള് പോകുമെന്ന്. അത് പൂമോളെ, ഇന്ന് പോവാൻ മോശല്ലേ. കല്യാണം കഴിഞ്ഞിട്ട് ആകെ ഒരാഴ്ചയിട്ടുള്ളൂ. പിന്നെ ഒരു ദിവസം ഇവിടെ നിന്ന് പോയില്ലേ. ഇനിയിപ്പോ നമ്മുടെ വിരുന്നാർക്ക് അറിയുമ്പോ നമുക്ക് ഏതായാലും ഇന്ന് പോവാ. എന്നിട്ട് 4 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. ബാപ്പുട്ടിക്കാന്റെ ഇഷ്ടം. എന്തേ നിനക്ക് ഞാൻ പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ലേ? എന്തേ ഇവിടെ തന്നെ നിക്കണോ? അതല്ല, എങ്ങനെ റസിയാത്താനോട്, അതാണ് ഇപ്പൊ എന്റെ ചിന്ത. പെട്ടെന്ന് എങ്ങനെ കയറിച്ചില്ല. ഞാന് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ടല്ലേ അവിടുന്ന് പോന്നിക്കണത്. അതോർക്കുമ്പോ ആ ഇത് നല്ല കഥ. ഇജ്ജെന്തിനാ പൂമോളെ ആവശ്യത്തെ ഓർക്കണത്? ഇഞ്ഞേ ഇതല്ല എന്റെ പേര, അതാണ്. എനക്ക് ആവശ്യം ചിലപ്പോ വരിക പോകുക എന്താ ചക്ക. അതിനാരെയും പേടിച്ചേണ്ട ആവശ്യമില്ല. അതൊക്കെ ശരിയാണ്. എന്നാലും ഇനി റസിയത്താക്ക് ഒരാഴ്ചക്ക് ഇത് മതിയാകും എന്നെ കുത്തി കുത്തി കളിയാക്കാന്. അതാ ഞാൻ പറഞ്ഞിക്കണത്. അത് പോട്ടടി. റസിയാന്റെ കാര്യം എന്നോട് ഞാൻ പണ്ട് പോലെ പറഞ്ഞെന്നുള്ളല്ലേ. ഞാൻ പോവുകയാണെച്ചാല് പൂമോളെയും കൊണ്ടേ ഇവിടുന്ന് പോകുള്ളൂ. എനിക്ക് പൂമോളിൽ അവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയണില്ല. അതല്ല ഞാൻ ഇപ്പൊ തന്നെ വേട് പോണത്. ഇപ്പൊ തന്നെ ഞാന് റസിയാന്റെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ട അറിയണക്ക് വിധത്തിലാണ് ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞ പോകണ്ട. ഇമ്മക്ക് പിന്നെ കാര്യം മനസ്സിലാക്കണേ. അല്ല, ബാപ്പുട്ടിക്ക് നല്ല വിളിച്ചപ്പോ പറഞ്ഞില്ലേ റസിയത്താന്റെ അളിയൊക്കെ വരുന്നുണ്ടെന്ന്. അപ്പോ അളിയൊക്കെ വന്നാ റസിയത്ത് അവിടേക്ക് പോകേക്കാരല്ലേ. പോയാ പിന്നെ അളിയൊക്കെ ലീവ് കഴിഞ്ഞ് പോണ വരെ റസിയത്ത് അവിടെ തന്നെ ആവൂലേ? ആ പോകാനൊക്കെ പോകും. അതിന്റെ കാര്യം പറയാക്ക നല്ലത്. അങ്ങോട്ട് പോയാ പിറ്റേതാഴ്ച ഇങ്ങോട്ടന്നെ വണ്ടി വരും. പിന്നെ ആകെയുള്ളൊരു സമാധാനം ഓള് പോയാല് ഒരാഴ്ച സമാധാനം നിൽക്കാലോ. അതല്ല ഞാൻ വണ്ടി പിടിച്ചിട്ട് പോകുന്നത്. അല്ലെ ഇജ്ജൊന്ന് ആലോചിച്ച് നോക്ക. കല്യാണം കണ്ട ഒരാഴ്ചയായിട്ടും ഉമ്മളോട് ശരിക്കൊന്നും വർത്തമാനം പറയാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇപ്പോ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കൊന്ന് വർത്തമാനം പറയാൻ പറ്റിയത്. അതിപ്പോ ഇമ്മ നിക്കണ തോന്നണേ.
പെണ്ണെ എങ്ങനെയായാലും ഇങ്ങോട്ട് പോരി അവിടെ പുറത്തേക്ക് ഇറങ്ങിയ നേരെ അങ്ങോട്ട് കണക്കാകും. ആരേലും വഞ്ചിന്നത് കാണും. എന്റെ വർത്താനം ചോദിക്കാനുള്ള ആൾക്കാർക്ക് ഒഴിവ്. നന്നായിക്കണോ? പോയോടത്തെ വിശേഷം കൂട്ടൊക്കെ അറിയാഞ്ഞിട്ടേ എല്ലാവർക്കും ആകാംക്ഷയാണ്. അല്ല ബാപ്പുട്ടി എടുത്തു. അയിമ്മ ഇവിടെ ഉണ്ട്. ബാപ്പുട്ടിക്ക ആ ഇമ്മ പൂമോള് പറഞ്ഞു അങ്ങോട്ട് പോയതാ. ആ കുട്ടിയെ അതിന് കൊറേ അയക്കണടാ വജ്ജാതേറ്റേ. പൂമോളെ കല്യാണത്തിന് കൂടാൻ വലിയ ഊറ്റേനി. പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാട്ടണ്? അതിനെനിക്ക് കൊണ്ടിടക്കണമെങ്കിൽ ഒരു മനസ്സം വേണേ. പിന്നെ ഫോണിന് ഫോട്ടോ കാട്ടി കൊടുത്തതേന്നു. നല്ലോണം തിരുപ്പതി അയക്കണ്. ഇനി ഏതായാലും ഇവന്റെ മട്ടം പോലെ കണ്ടോളൊന്ന് വരുവോണ്ടി എന്നിട്ട് പോണം നമുക്ക്. ഞാൻ ഇപ്പൊ നിങ്ങളെ വിശേഷം കൂട്ടൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങിയപ്പോ ഓള് വിളിച്ചു. അതേപ്പോ ഉണ്ടായിക്കണ് മണ്ടി പോന്നതാ. അല്ല ആമിനമ്മായി എത്താട്ടിന് അതിനാരെങ്കിലും കിട്ടിയാ പിന്നെ അവിടെ നിൽക്കും. എന്നിട്ട് നോക്കി കുട്ടികള് ഇതാക്കണേ. ഇങ്ങോട്ട് വരി. അല്ല പൂമോളെ ഓനെന്തായാലും കുടിക്കാൻ കൊടുത്തിക്കണ മാളോ? എന്നാ ശരിട്ടടി. കുട്ടികളാ നിക്കണേ. ആ നല്ല പുതിയാപ്പിള തന്നെ കേട്ടാ പൂമോളെ. അന്റെ പുതിയാപ്പിള പുതിയണ്ണാളല്ലാതെ ഓനവിടെ നിക്കാൻ കജ്ജിലുണ്ടാകൂല അല്ലേ? അനക്കറിയാ അന്റെ പുതിയണ്ണിനെ 2 വറ്റ് തിന്നണം എന്നുണ്ടെങ്കിലേ ദാ ഓളെ തള്ള അങ്ങോട്ട് തൊള്ളേക്കട് വെച്ചുകൊടുക്കണം, എന്നാലേ തിന്നുള്ളൂ. എത്തോളം അവിടുന്ന് കാട്ടില്. ഒന്നും മുണ്ടാന്നാണി പെണ്ണിന് അത് മോശാവൂലേ? ഹേ എന്ത് മോശാടി? ഓമ്പള കുട്ടിയല്ലേ, ഓനറിഞ്ഞോട്ടെ. അതിനിപ്പോ എന്താ അല്ലേ? ആ നിങ്ങള് പറഞ്ഞോളി അമ്മയമ്മയെ, അതിന് കുഴപ്പമൊന്നുമില്ല. ഹാ കണ്ടില്ലടി ഓന് കാര്യം മനസ്സിലായിക്കണേ. അല്ല എന്നിട്ടിപ്പ എന്താ പൂമോളെ, വിരുന്നാർക്കലേ കഴിഞ്ഞിട്ട് പോകാൻ തന്നെ തീരുമാനിച്ചോ? ഏതായാലും വല്ലാത്ത കോളയക്കണേ. പെണ്ണിനെ കണ്ടേ പൂതിയത് മാറിയില്ല. ഇനിയിപ്പോ എന്നാപ്പ നിങ്ങളെ വരവും പാർക്കലൊക്കെ ഇങ്ങനെ ആയാല്? പെണ്ണെ ആ ചെറുക്കം വരുന്നതൊന്നും അറിഞ്ഞതന്നെ അല്ല. ഒന്ന് വിളിച്ച് ചോദിച്ചൂടെന്ന് ഞങ്ങൾക്ക്? ഒരു തൊള്ളേക്ക് വെക്കാൻ പറ്റുന്ന കോലത്തിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കണ്ടേ? അല്ല ആമിനമ്മായി ചോദിച്ചേൽക്ക് ഇന്ന് തന്നെ പോകും പെങ്ങളിഞ്ഞ്? ആയിമ്മ ഇന്ന് പോണെന്നാ ഓര് പറയണത്. പിന്നെ ഒരു ദിവസം വരാന്ന്. ആ ആയിക്കോട്ടെ. എന്നാല് ഓപ്പന്മാരെ കുട്ടീനെ കൊണ്ടുപോകാനായിട്ട് വന്നതല്ലേ. എന്നാ ഇനിയിപ്പോ നിങ്ങളെ ഒഴിവിൻ്റെ അട്ടം പോലെ അത് വന്നോണ്ടു കേട്ടോ പാർക്കാനായിട്ട്. ഓനോട് വിളിച്ചാ എന്തായാലും തിന്നോളി. എന്നാല് ഇങ്ങോട്ട് പോരി. പൂമോളെ ഒരു കാര്യം അമ്മായി പറഞ്ഞുതരാ. അവിടെ കടന്നുങ്ങാണ്ടേ പണിയെടുത്താണ്ട് ചാകണ്ട. ഇടക്കും തരക്കേ ഇടയ്ക്ക് മരത്തൊന്ന് വന്ന് നിന്നോണ്ടി. ഇനി അവിടെ വന്നുങ്ങാണ്ട് കൊണ്ടുവരാനായിട്ട് കാത്തിക്കണ്ട കേട്ടോ. ഐ ആ ചെക്കൻ കേട്ടാൽ എന്താ കരുത്തുക? പൂമോളെ മനോട്ടി പോയി ഇങ്ങോട്ട് ഓനെ വിളിച്ചിരുന്നാ. വാ ഇമ്മ ഞങ്ങൾ ഇറങ്ങട്ടോ. പോയിരട്ടമ്മ. ഉമ്മാരെ കുട്ടികൾ പോയി എനിക്ക് സന്തോഷമായിട്ട്. ഉമ്മക്ക് ഏതായാലും ഇപ്പൊ സന്തോഷം തന്നെയല്ലേ. 2 കുട്ടികളില്ലേ, ഉമ്മക്ക് കാണാൻ പൂതിയാകുമ്പോ ഉമ്മാൻ അതേപോലെ ഒന്ന് വന്ന് കണ്ടാ മതി. ഞങ്ങൾ ഇറങ്ങാൻ നോക്കിക്കോളി.
ശരിട്ടപ്പം ശരി ട്ടോ അമ്മയ്യ. ആ ഇജ്ജ് ഇനിയിപ്പോൾ കണ്ണിൽ വെള്ളം നിറച്ചിക്കാതെ കുട്ടികളെ നല്ലേക്ക് പറഞ്ഞയക്കാൻ നോക്കിക്കോ. നമ്മളെ കൊണ്ട് പൈനല്ലേ കഴിച്ചുള്ളൂ. നമ്മളെ പൂതിക്ക് കൊണ്ടുവന്നു. ഇനി ഓല് കൊണ്ടുപോകുകയാണ് പറഞ്ഞു. ഓല് കൊണ്ടുപോയി. ഇപ്പം നമ്മളെ കൊണ്ടിട്ട് തടുക്കാൻ കഴിച്ചോ? ഇതേപോലെ പൂതി ആകുമ്പോൾ പോയി കൊണ്ടുവരാം. പറ്റ തള്ളാർക്ക് ഇതിനെ കഴിച്ചുള്ളൂ. നാല് കുട്ടീൻ്റെ ഒപ്പം ഒന്ന് നല്ലേക്കൊന്നും കൊണ്ട് പറഞ്ഞ് ചിരിച്ചും കളിച്ചും നിൽക്കാനുള്ള നേരം കൂടി ഉണ്ടായില്ല. പൂതിക്കൊന്ന് കൊണ്ടുവന്ന് ഒപ്പം നിൽക്കാൻ പറ്റി. എന്നാലും പെണ്ണിൻ്റെ മുഖത്ത് നല്ല സന്തോഷമാണ്. ഓനത് കിട്ടിയാൽ മതി. ആ ഒരു സന്തോഷം കണ്ടാൽ മതി. അങ്ങേറ്റം ഉണ്ടായാൽ മതി. നല്ലൊരു കുടുംബത്തിൽ തന്നെയല്ലേ ചേർന്ന് നിൽക്കുന്നത്. ആവൂ ഭാഗ്യം. റസിയാത്താനെ ഇവിടെ ഒന്നും കാണാനല്ലേ. ഇജ്ജെന്തിനാ വെറുതെ അതിന് ബേജാറാണത്? ഞോളെന്തേലും പറഞ്ഞാൽ തന്നെ വേണ്ട പോലെ കൈകാര്യം ചെയ്ത് എനിക്കറിയാം. ഇത് പോന്നാ അപ്പൊ ഇതിനേന്നുല്ലേ നേരത്തെ തന്നെ ഒരുങ്ങി പോയത് ഇവിടുന്ന്. ഏതായാലും നന്നായിക്കണേ. ഇഞ്ഞ് പൂമോളെ 4 ദിവസത്തിനൊന്നും പറഞ്ഞു ഇവിടുന്ന് പോകാൻ നിൽക്കണ്ട കേട്ടോ. 2 ദിവസത്തിനൊന്ന് പറഞ്ഞു പോയാൽ മതി. ഇനി 2 ദിവസത്തിന് പോകുകയാണെങ്കിലേ 1 ദിവസത്തിന് പറഞ്ഞാൽ മതി. അതാണ് അതിൻ്റെ ഒരു കണക്ക്. എൻ്റെ കണക്കില് അതിനൊക്കെ എന്താടി പ്രശ്നം? ഇജ്ജ് ഇവിടെ നിന്ന് കൂടും പോലെ ഓളെ കാലാകാലങ്ങൾ പേരെ കൊണ്ടാക്കിയേ. എനിക്കൊക്കെ എൻ്റെ സ്വന്തം പെരയാണ് ഇഷ്ടം. എനിക്ക് മാത്രല്ല, കെട്ടിച്ചോടുത്ത എല്ലാ പെണ്ണുങ്ങൾക്കും സ്വന്തം പെരയിൽ പോകാനും പാർക്കാനൊക്കെ ഇഷ്ടമില്ലാത്ത ആരാ ഉണ്ടാകുക? ഇതിപ്പോ എന്നോട് എന്ത് പറഞ്ഞ കാര്യമില്ല. ഇതിപ്പോ വന്നു ഞാൻ എന്നോടൊന്ന് പോയപ്പോ എന്താ പറഞ്ഞേ? ഇത്ര പെട്ടെന്ന് ഇതൊക്കെ മറന്നു? വെറുതെ ഓളൊക്കെ ഓരോന്ന് പറഞ്ഞു കേട്ടാണ്. എന്തിനാ നമ്മളെ നല്ല നിമിഷം വെറുതെ കളയുന്നത്?